ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ പാർട്ട് 2 ആയിട്ടാണ്. പാർട്ട് 1 കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി വന്ന് കേൾക്കണേ. റംസി ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് വരുമ്പോൾ കാണുന്നത് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന എന്നെയാണ്. എന്തിനാ റംസി മോളെ എന്നോട് നീ ചെയ്തേ? എനിക്ക് ആലോചിക്കാനും കൂടി പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ ഇക്കാക്ക പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? നീ എന്തിനാ അവിടെയൊക്കെ അങ്ങനെ ചെയ്തേ? അവൾ ചിരിച്ചിട്ട്, അയ്യേ ഇക്കാക്ക എന്താ ഇങ്ങനെ? അവൾ വന്ന് എന്നെ എണീപ്പിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് അവൾ എൻ്റെ തോളിൽ ചാരി ഇരുന്നിട്ട്, ഞാൻ കണ്ടായിരുന്നു നേരത്തെ നിങ്ങളെ റൂമിൽ വിളിക്കാൻ വന്നില്ലേ അന്നേരം. അവളത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇക്കാക്ക എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ അറിഞ്ഞുള്ളൂ, വേറെ ആരെങ്കിലും അറിയാതെ നോക്കിയാൽ മതി. ഞാനപ്പോൾ ഒരു നെടുവീർപ്പിട്ടു ആശ്വാസത്തിൻ്റെ. അവൾ ചോദിച്ചു, ഇപ്പോൾ സമാധാനമായോ എൻ്റെ മൊഞ്ചന്? ഞാനപ്പോൾ ചിരിച്ചു കാണിച്ചു. അയ്യേ ചിരിക്കണ കണ്ടില്ലേ കള്ളൻ, എന്ത് പണിയാ കാണിച്ച നേരത്തെ? ഞാൻ ചോദിച്ചു, എപ്പോൾ? എന്നെക്കൊണ്ട് വെറുതെ ചീത്ത പറയിപ്പിക്കരുത് കേട്ടാ. പെങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചതും പോരാ, എന്നിട്ടിരുന്ന് കിണ കാണാൻ കണ്ട ഒറ്റ കുത്തു വെച്ച് തരും ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? ബ്ലാ പറയല്ലേ, എനിക്ക് ഓക്കാനിക്കാൻ വന്ന്. സോറി കേട്ടാ, എൻ്റെ കൺട്രോൾ പോയോണ്ടാണ്. എന്നാലും ഇക്കാക്ക. അല്ല അതവിടെ നിൽക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? അവൾ നിന്ന് പരിങ്ങി. അതിക്കാ നിങ്ങൾ പോരട്ടെ. അവൾ തുടർന്നു, ഇൻസ്റ്റാ റീൽസ് മാത്രമല്ല കാണണേ, അമ്പടി കള്ളികളെ വെറുതെ അല്ല. 2 കാഞ്ഞ വിത്തുകളാണല്ലേ. ശരി, കിടന്നുറങ്ങാൻ നോക്ക്. എന്തൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത്? എൻ്റെ 2 അനിയത്തിമാരെയും ഓർക്കാനും കൂടി വയ്യ. കിടന്നിട്ട് ഉറക്കവും വന്നില്ല. ഈ പിശാച് അപ്പം തന്നെ ഉറങ്ങിയാ. എപ്പോഴോ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. രാവിലെ റൂമിൻ്റെ ലൈറ്റ് കണ്ണിലടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. ആഹാ, നല്ല ബെസ്റ്റ് കണി. ലെഗിൻസിൻ്റെ ടോപ്പ് കയറ്റിയിടുന്ന നിൻസിയാണ് കണ്ടത്. പച്ച ലെഗിൻസിൽ നല്ല തടിച്ച തൂവെള്ള പോലത്തെ തുട, കടിച്ചു തിന്നാൻ തോന്നുന്നു. അടിപൊളി. മുകളിലേക്ക് പോയ പച്ചയിൽ കറുത്ത പൂക്കളുള്ള ഡിസൈനുള്ള ചുരിദാർ ടോപ്പ്. ആശാത്തി തിരിഞ്ഞു നിന്ന് മുടി ഊരുകയാണ്. നനഞ്ഞ തോർത്ത് തലയിൽ ചുറ്റിയിട്ടുണ്ട്. ഡി, നിനക്ക് നിൻ്റെ റൂമിൽ നിന്ന് ഒരുങ്ങിക്കൂടെ? ചിരിക്കണ? എങ്ങോട്ടേക്കാ രാവിലെ തന്നെ? രാവിലെയോ? 3 വട്ടായ? 8:30 എണീക്കാൻ നോക്കടാ ചെക്ക, അല്ലെങ്കിൽ ഉമ്മ ഇപ്പോൾ എത്തും ഇങ്ങോട്ട്. അതൊക്കെ എണീക്കാം, ഒരു ഉമ്മ തരുമോ? ആള് കൊള്ളാലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇന്നലെ. ഇപ്പോൾ എന്താ ധൈര്യം? ആശ കയ്യിലിരിക്കട്ടെ. ഇപ്പോൾ തന്നെ വൈകി, ഞാൻ പോയിട്ട് വരട്ടെ. എടി തന്നിട്ട് പോടി പ്ലീസ്, വന്നിട്ട് നോക്കാം. അതും പറഞ്ഞ് അവൾ ഓടിക്കളഞ്ഞു. എണീക്കാം, വെറുതെ ചീത്ത കേൾപ്പിക്കണ്ട. അഴിഞ്ഞുപോയ ലുങ്കി നേരെയാക്കി നേരെ ബാത്റൂമിൽ പോയി പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് നേരെ അടിയിലേക്ക് പോയി. ഇവിടെ പതിവ് പല്ലവി തന്നെ. നമ്മുടെ ചുന്ദരക്കുട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞുനോട് ചോദിച്ചു, റംസിയ പോയാ കുഞ്ഞു? അവൾ രാവിലെ പോയടാ. ഉമ്മി എന്തിയെ കുഞ്ഞു? ഇത്ത അടുക്കളയിലുണ്ടടാ. എന്തേ രാവിലെ തന്നെ? ഒന്നുമില്ല, എൻ്റെ സുന്ദരിയെ കണി കണ്ടില്ലേ, എനിക്കൊരു തൃപ്തി കിട്ടൂല. ഉവ്വ ചെല്ല്, അവിടെ ഉണ്ട്. ഞാൻ കിച്ചണിൽ നോക്കുമ്പോൾ ഉമ്മ തിരിഞ്ഞു നിന്ന് എന്തോ ഉണ്ടാക്കുവാണ്. പിറകിലൂടെ പോയി ഞാൻ കെട്ടിപ്പിടിച്ചു. ഉമ്മ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചെക്കാ നീ. സോറി ഉമ്മി. ഉമ്മി പരിഭവത്തോടെ പറഞ്ഞു, ഇനി മൂഡൗട്ടായി ഇരുന്നാൽ മതിയല്ലോ. കണ്ട, ഇടിയപ്പം വെച്ച പാത്രം നിലത്തേക്ക് വീണു. അവൻ്റെ ഒരു സോറി. പോയേ, ഒന്ന് മനുഷ്യൻ ഇനി പെടാപ്പാട് പെടണമല്ലോ. റബ്ബേ, ഇനി ഇത് വേറെ പാത്രത്തിലേക്കാക്കാൻ. എനിക്കാകെ വിഷമമായി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഉമ്മി എന്നെ പിണങ്ങിയ എനിക്ക് സഹിക്കില്ല. ഞാൻ പയ്യെ അവിടെ നിന്നീറ്റ് സോഫയിൽ പോയി കിടന്നു. കുഞ്ഞയ്ക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഞാനൊന്നും മിണ്ടാതെ കണ്ണടച്ച് കിടന്നു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇറ്റി വീണു. ഞാൻ അങ്ങനെ തന്നെ കിടന്നവിടെ. ഉമ്മി എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡായി ഹാളിലേക്ക് വന്നു. ഉമ്മിക്കും കുഞ്ഞാക്കും വിളമ്പി. എന്നെ വന്ന് വിളിച്ചു. നിച്ചു, മയങ്ങാണ്ട് എണീച്ച് വന്ന് ഫുഡ് കഴിച്ചേ. എന്നെ തട്ടി വിളിക്കാൻ തുടങ്ങി.
എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ. എന്നാ നീ തിന്നണ്ട, വാ ഐഷ, നമുക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഞാൻ നേരെ എണീറ്റ് റൂമിൽ പോയി വാതിലടച്ച് കിടന്നു. താഴെ ഐഷ പറയുന്ന കേട്ടു, എന്തിനാ ഇത്താ വെറുതെ അവനെ വെറുപ്പിക്കണേ, പോയി വിളിച്ചേ അവനെ. പിന്നെ പിള്ളേർക്ക് ഇത്രയും വാശി പാടില്ല, വേണമെങ്കിൽ വന്ന് തിന്നോളും, നീ കഴിക്കാൻ നോക്ക്. ഞാൻ മുകളിൽ കമിഴ്ന്നും ചെരിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. എങ്ങനെ ഉറക്കം വരും, ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ. എന്നാലും ഉമ്മിക്കിതെന്തു പറ്റി? എപ്പോഴോ ഞാൻ കിടന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് എൻ്റെ മുഖത്ത് എന്തോ വീഴുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പുറത്താണോ കിടന്നേ? എൻ്റെ മുഖത്ത് വെള്ളം വീഴുന്നുണ്ടല്ലോ. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ഉമ്മിയുടെ നിച്ചൂട്ടിക്ക് സങ്കടമായോ? പോട്ടടാ, ഉമ്മി ആകെ ടെൻഷനായിപ്പോയി മോനു, സോറി. സോറിയാ? എന്തിനാണ് ഉമ്മി എന്നോട് സോറി പറയുന്നത്? എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കണ്ണ് നനയരുതെന്ന്. ഞാൻ നേരെ കട്ടിലേക്ക് നിവർന്നിരുന്നു. ഉമ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എനിക്ക് മനസ്സിലായി എന്തോ ഗൗരവമായ കാര്യമുണ്ടെന്ന്. ഞാൻ ഉമ്മിയുടെ മുടി തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താണ് ഉമ്മി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറ, എന്താ കാര്യമെന്ന്. ഉമ്മി എൻ്റെ നെഞ്ചിൽ നിന്നും തലയെടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ വാപ്പിക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ് മോനെ, വെറുതെ കുറേ ചീത്ത പറഞ്ഞെന്നെ. എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന്. ഞാൻ കുറേ ചോദിച്ചു, ഒന്നും എന്നോട് പറയുന്നില്ല. എന്നോടിപ്പോൾ എന്തോ സ്നേഹമില്ലാത്ത പോലെ. എത്ര ദിവസമായെന്നറിയോ മോനു, നിൻ്റെ വാപ്പി എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചിട്ട്. എന്നും രാത്രി വിളിച്ചിട്ട് തല്ല് പിടിക്കാതെ വെക്കില്ല. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് ഉമ്മി ഏങ്ങുകയാണ്. എന്താണ് ഉമ്മി, വാപ്പിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും, അതായിരിക്കുള്ളൂ. ഉമ്മി ഇങ്ങനെ കരയല്ലേ. ഞാൻ ഉമ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മിനെ കാണാൻ നല്ല മൊഞ്ചായോണ്ടല്ലേ വാപ്പി ഉമ്മേനെ കെട്ടിയേ. എന്നെ കാണാൻ അങ്ങനെയൊന്നുമില്ല. ഒന്നും വേണ്ട, എന്നോടൊന്ന് സംസാരിച്ചാൽ മതി മര്യാദയ്ക്ക്, ഒരല്പ സ്നേഹത്തോടെ. അത് നിൻ്റെ വാപ്പിക്ക് പറ്റൂല. പിന്നെ ഒരു മോനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് സങ്കടമില്ല. ഒന്ന് സംസാരിച്ചാൽ മതി സ്നേഹത്തോടെ. എല്ലാം ശരിയാവും ഉമ്മി, ഉമ്മി സമാധാനിക്ക്, എൻ്റെ സുന്ദരിയല്ലേ. അതുമാത്രമല്ല നിച്ചൂട്ടി, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ തൻ്റെ പുരുഷനെ വെറുക്കുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾക്ക് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിയുമ്പോൾ. ഉമ്മി എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാൻ പറയുന്നതല്ല മോനെ, കമ്പനിയിലെ മാനേജറായ ആമിന ജലീൽക്കാടെ വൈഫാണ്. അവർക്ക് 2 പിള്ളേരുണ്ടെന്ന്. ഇക്കാടെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ് എന്നെ അറിയിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനൊന്നും ഉണ്ടാകില്ല ഉമ്മി. ഇത് ഞാൻ എൻ്റെ വാപ്പീനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇക്ക ഒരു കൂസലില്ലാതെയാണ് ഇച്ചു മറുപടി പറഞ്ഞേ. ഇക്ക പറയാണ്, നീ എന്തിനാ ഇതൊക്കെ അറിയണേ, നിനക്ക് എന്തിനാ എൻ്റെ കാര്യത്തിൽ തലയിടുന്നേ, ഇത് വല്ല ശല്യമാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എനിക്കത് കേട്ടിട്ട് സങ്കടമായി നിച്ചു മോനെ. അപ്പോഴാണ് മോൻ അങ്ങോട്ട് വന്നത്. ഉമ്മിനോട് പൊറുക്കു മോൻ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ മേത്തേക്ക് ചാഞ്ഞു. ഞാനാണെങ്കിൽ കട്ടിലിൽ ചാരി കിടക്കുകയായിരുന്നു. ഉമ്മി മേത്തേക്ക് ചാഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടൻ ഉണർന്നു. അവന് അമ്മ പെങ്ങന്മാരെന്നൊന്നും ഇല്ലല്ലോ. കനം കുറഞ്ഞ നൈറ്റിയാണ് ഉമ്മി ഇട്ടേക്കുന്നത്. ഉമ്മിയുടെ ദേഹം വന്ന് എൻ്റെ നെഞ്ചിലാണ് മുട്ടുന്നത്. എനിക്കാണേ എൻ്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. ഞാൻ വിഷയം തണുപ്പിക്കാനായി പറഞ്ഞു, അയ്യേ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഉമ്മിക്കുട്ടി. എൻ്റെ ഉമ്മി വാപ്പി ഉമ്മീനെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ, ഈ മോനില്ലേ ഉമ്മിക്ക്? എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മിക്ക് ആശ്വാസമായി എന്നും പറഞ്ഞ് ഉമ്മി എൻ്റെ മടിയിലേക്ക് കിടന്നു. പടച്ചോനെ, ഞാൻ പെട്ടല്ലോ. ഉമ്മി എൻ്റെ അവിടെയാണ് തലവെച്ച് കിടന്നത്. പെട്ടെന്ന് ഉമ്മി ഒന്ന് ഞെട്ടി നേരെ ഞെരങ്ങി എൻ്റെ വയറിൽ വന്ന് കിടന്നു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഒരു കള്ളനോട്ടം നോക്കി. ഞാൻ നൈസായി പ്ലിങ്ങായി പരിങ്ങിയിട്ട് ഉമ്മീനോട് ചോദിച്ചു, എന്താണ് ഉമ്മി ഇങ്ങനെ നോക്കണേ എന്നും പറഞ്ഞ് ഞാൻ മുഖം പാറ്റി. ഒന്നുമില്ല, എൻ്റെ മോൻ വലുതായി അല്ലേ. ഞാൻ ചെറുതാക്കണമെന്നാണോ ഉമ്മി പറയുന്നേ? അങ്ങനല്ലടാ പൊട്ട, ഇവനോട് എങ്ങനെ പറയാനാ എൻ്റെ റബ്ബേ എന്നും പറഞ്ഞ് കവിളിൽ പിടിച്ച് നുള്ളി. വേദനിക്കുന്നു ഉമ്മി. ആണോ, കണക്കായിപ്പോയി എന്നും പറഞ്ഞ് ഉമ്മി എൻ്റെ 2 ചുണ്ടും കൂട്ടിപ്പിടിച്ച് തിരുമ്മി. എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി. പെട്ടെന്ന് തന്നെ എൻ്റെ നോട്ടം ചെന്നത് നൈറ്റിയുടെ പുറത്തുകൂടി കൊഴുത്ത മേനിയിലേക്കാണ്.
ചെക്കൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് ഉമ്മി ഒരാക്കിയ ചിരി ചിരിച്ചു. എന്താണ് ഉമ്മി? ഒന്നുമില്ല എന്ന് ആംഗ്യം കാണിച്ച് ഉമ്മി ചുമലനക്കി. ഞാൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഉമ്മി ഇപ്പോഴാ എൻ്റെ പഴയ ഉമ്മിയായേ. ആണോ? അതെൻ്റെ പുന്നാര കുട്ടനുള്ളത് കൊണ്ടാ? ആണോ ഉമ്മി? ഉമ്മിയുടെ കണ്ണ് വിടർന്നു. ആടാ, ഇതുപോലൊരു ഭർത്താവിനെയാ ഏത് പെണ്ണും സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോനൂസ് കിട്ടുന്ന പെണ്ണ് ഒരിക്കലും കരയില്ലെന്ന്. അത്രയ്ക്ക് സ്വീറ്റല്ലേ എൻ്റെ മോൻ എന്നും പറഞ്ഞ് എൻ്റെ ചുണ്ടിലുമ്മി ലൈറ്റായി ഒരു മുത്തം തന്നു. എന്താണെന്നറിയില്ല, ഞാൻ ആകെ കോരിത്തരിച്ചതുപോലെയായി. ഞാനൊന്ന് എറിഞ്ഞു നോക്കാൻ തീരുമാനിച്ച് പറഞ്ഞു, ഉമ്മി. എന്തേ കുട്ടാ? എന്നാ ഇനി എൻ്റെ ഷാഹി എന്നെ ഭർത്താവായി കണ്ടോ? ആണോടാ ചുന്ദര? അത് വേണ്ട കേട്ടോ, ഈ വയസ്സിന് എൻ്റെ മോന് വേണ്ട. മോന് നല്ല സുന്ദരിയെ ഉമ്മി കണ്ടുപിടിച്ച് തരാം കേട്ടോ, ടൈം ആകുമ്പോൾ. എൻ്റെ മുഖം നൈസായി മാറി. ഉമ്മ എണീറ്റിട്ട്, അച്ഛേ എന്താടേ വാവേ കരയുന്ന പോലെ ആയല്ലോ. ഉമ്മയുടെ കുട്ടൻ ഉമ്മയുടെ എല്ലാം ആണ് പോരെ. ഞാൻ ഉമ്മെന്ന് മൂളി. വാ ഉമ്മി, എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്തതാ എന്നും പറഞ്ഞ് ഞാൻ പയ്യെ മടിയിന്ന് മാറ്റി. ആ ആള് കൊള്ളാമല്ലോ നീ, ഇനി എൻ്റെ മടിയിൽ കിടക്കാൻ വാട്ടാ, കാട്ടിത്തരാം. അയ്യോ ഉമ്മി പിണങ്ങല്ലേ, എനിക്ക് വിശന്നിട്ടാ, വാ അടിയിലേക്ക് എന്ന് പറഞ്ഞ് ഉമ്മി സ്റ്റൈലായി ചിരിച്ചിട്ട് പോയി. ഞങ്ങൾ അടിയിൽ ചെല്ലുമ്പോൾ റമി സോഫയിൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞുവിനെ കാണുന്നില്ല. ഉമ്മി ചോദിച്ചു, റമിക്കുട്ട ഉമ്മി എന്തേ? കൂടെ നേരായി അവിടേക്കുന്നേ. ഞാനും ഉമ്മിയും റൂമിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കമിഴ്ന്ന് കിടക്കുന്നതാണ് കണ്ടത്. ബെസ്റ്റ് കുഞ്ഞുവിൻ്റെ ഉരുളി പോലെയുള്ള ബാഗ് തള്ളിയാണ് കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി. ഉമ്മി ചോദിച്ചു, എന്തു പറ്റി ഐഷ, എന്താ ഈ സമയത്ത് കിടക്കുന്നേ പറ. ഒന്നുമില്ലുത്താ, രാവിലെ മുതൽ നല്ല വേദന. അത് വയറുവേദനയല്ലേ, അത് മാറിക്കോളും. അതല്ലിത്ത, എനിക്ക് വയറല്ല വേദനിക്കുന്നേ, എൻ്റെ നെഞ്ചിൻ്റെ അവിടെയാ നീര് പോലെ തടിച്ചു നിൽക്കുന്നു. വേദന എടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ ഐഷ, നീ കാണിച്ചേ. നിച്ചു, നീ എന്ത് നോക്കി ഇരിക്കുകയാണ്, അപ്പുറത്തേക്ക് പൊക്കേ. ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞു പറഞ്ഞു, അവൻ നമ്മുടെ മോനല്ലേ ഇത്ത, അവൻ അവിടെ നിന്നോട്ടെ എന്നും പറഞ്ഞ് എൻ്റെ കൺമുന്നിലൂടെ കുഞ്ഞുവിൻ്റെ വയറ്റിൽ പൂവിൻ്റെ ഡിസൈനുള്ള നൈറ്റി ഊരി മാറ്റി. ആ കാഴ്ച കണ്ടിട്ട് എൻ്റെ വായിന്ന് വെള്ളം വരാതായി. നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞുവിൻ്റെ മുഖത്തെ വേദന കണ്ടപ്പോൾ എൻ്റെ എല്ലാ വികാരങ്ങളും പോയി. ഉമ്മി നോക്കുമ്പോൾ അവിടൊക്കെ നീലിച്ച് കിടക്കുന്നുണ്ട്. ഉമ്മി വേഗം തന്നെ ഉമ്മിയുടെ ഫ്രണ്ടുണ്ട്, ഡോക്ടർ നാൻസി, അവരെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു ഗൈനക്കിനെ കണ്ടാൽ പ്രശ്നം എന്താണെന്നറിയാൻ പറ്റും. അവരൊരു അഡ്രസ്സ് തന്നു, ഡോക്ടർ ചെറിയാൻ, ഇരിഞ്ഞാലക്കുട. നാൻസി ആൻറ്റി പറഞ്ഞു, വൈകിട്ട് 3 മണിക്ക് അവരെ കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ 3 മണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഉമ്മി പറഞ്ഞു, നിച്ചു ഞാനും ഐഷയും പൊക്കോളാം, നീ ഇവിടെ റമീയുടെ അടുത്തിരുന്നോ. എന്താണ് ഉമ്മി, എനിക്കിവിടെ ഇരുന്നാൽ വട്ടാകും, ഞാനും വരാ. പറയണ കേക്ക്, നീ പേടിക്കണ്ട, അവനെ നോക്കേണ്ടതല്ലേ, അവനെ ഉറക്കിയിട്ടേ പോകൂ, നീ ഉറങ്ങിക്കോ. അവളുമാർ വന്നാൽ ഇവിടെ ആരുമില്ലേ, വീട് 2 ആക്കും, അതാണ്. ഞാൻ ഉമ്മെന്ന് മൂളി. ഞാൻ പോയി ഫുഡ് കഴിച്ച് റൂമിൽ പോയി കിടന്നു. എന്നാലും എന്തൊരു പൂമേനയാണ് കുഞ്ഞാടെ. കൊതിയാകുന്നു, കടിച്ച് തിന്നാൻ തോന്നും. വെറുതെ അല്ല, മോൾക്കും അതുപോലെ തന്നെ കിട്ടിയേക്കുന്നത്. 2ഉം സ്കൂൾ വിട്ട് വരട്ടെ. നോക്ക, കുഞ്ഞുവിനെ കുഞ്ഞാപ്പ ഒന്നും ചെയ്യാറില്ല എന്നാ തോന്നുന്നേ. ഇപ്പോഴും എന്താ ബോഡി ഷേപ്പ്, ഒന്നും ഒട്ടും ഉടഞ്ഞിട്ടില്ല. എന്തൊക്കെ ചിന്തിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ആരോ വന്ന് വിളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എണീറ്റത്. നോക്കുമ്പോൾ ഉമ്മി. എന്താണ് ഉമ്മി? ഞാൻ നോക്കുമ്പോൾ ബ്ലാക്ക് സാരിയിൽ ബ്ലാക്ക് ബ്ലൗസ്, റെഡ് ഹിജാബ്, ഒരു മൊഞ്ചത്തി തന്നെ. ഇഷ്ടമായില്ലേ? വേണ്ട, ഞാൻ പോണു. പിണങ്ങല്ലേ മുത്തേ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ എണീറ്റ് ഉമ്മയുടെ കവിളിലൊരു ഉമ്മം കൊടുത്തു. മതി മതി, കൊഞ്ചാണ്ട് മാറ്, അല്ലെങ്കിൽ എൻ്റെ സാരി ചുളിയും. ഉമ്മി എന്നെ ഒരു ഉമ്മൻ തന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അടിയിലേക്ക് പോയി. പോകുന്ന വഴി സാരി ചുളുങ്ങാണ്ടിരിക്കാൻ പൊക്കിയപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഉമ്മിയുടെ പിന്നഴക് കണ്ടിട്ട് കുട്ടനും ഞാനും ഒരുമിച്ച് എണീറ്റ്. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്ത് സൂപ്പറാണത്.
തിരിച്ച് റൂമിലേക്ക് വന്ന് ഞാൻ എണീറ്റ് മുഖം കഴുകി നേരെ അടിയിലേക്ക് പോയി. നോക്കുമ്പോൾ കുഞ്ഞും റെഡിയായിട്ടുണ്ട്. കുഞ്ഞു ഇടിവെട്ട് കളർ ബ്ലൂ ചുരിദാറാണ് ഇട്ടേക്കുന്നത്. കുഞ്ഞു ചുരിദാറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കുഞ്ഞുവിനെ കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയായി. കുഞ്ഞുവിൻ്റെ കൊഴുത്ത മേനി പൊതിഞ്ഞ ഒരു ബ്ലൂ ചുരിദാറും അതിനോട് മാച്ച് ചെയ്യുന്ന ഷോളും. ഞാൻ കുഞ്ഞുവിൻ്റെ അവിടെ എവിടെയൊക്കെ നോക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞു തല ഷോള് വെച്ച് മറച്ചു. അവർ രണ്ടുപേരും കൂടി കാറിൽ ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി. ഞാൻ സോഫയിൽ ടി വി നോക്കി കിടന്നു. നോക്കാൻ പാടില്ലാത്ത കണ്ണുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ഉമ്മാനെയും കുഞ്ഞുവിനെയും നോക്കിയേ. വേണ്ടായിരുന്നു. കോളേജ് വിട്ട് റംസിയും നിൻസിയും വീട്ടിലേക്ക് നീങ്ങുകയാണ്. റംസി നിൻസിയോട് ചോദിച്ചു, എന്തായിരുന്നു ഇന്നലെ രണ്ടാളും കൂടെ റൂം പൂട്ടിയിരുന്ന് സംസാരിച്ചേ? നിൻസി ഒന്ന് പരിങ്ങി. എന്ത് സംസാരിക്കാൻ? ഇത്താ, എന്നോട് ഒളിക്കാൻ നോക്കല്ലേ, ഞാൻ കണ്ടുവെല്ലാം. നിൻസി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനും കണ്ടായിരുന്നു രാത്രി ആരാണ്ടൊക്കെ ഏതോ ഏത്തപ്പഴം തിന്നുന്നത്. റംസി പെട്ടെന്ന് സ്ലോ ആയി. ഇത്താ, സോറി. എന്തിന്? അങ്ങനെയാണ് ഞാനും പറയണ്ടേ? എന്തായാലും ഇക്കാനോട് പറയണ്ട, എനിക്കും നിനക്കും ഇതൊക്കെ അറിയാമെന്ന്. അല്ലെങ്കിലേ പേടിത്തൊണ്ടനാ, ഇതും കൂടി അറിഞ്ഞാൽ വല്ലതും ചെയ്തു കളയും. ഇത്താ, നമ്മൾ ഈ ചെയ്യുന്ന തെറ്റല്ലേ? എനിക്കെന്തോ പേടിയാവുന്നു. ആരേലും അറിഞ്ഞാൽ. ഓ, ഒരു പേടിക്കാരി വന്നേക്കണ്. ഇന്നലെ ഇതൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഇത്താ. നമുക്ക് ഏതായാലും ഇക്കാനെ കെട്ടാൻ പറ്റൂല. പിന്നുള്ളത് ഇങ്ങനെയാണ്, മാക്സിമം എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അവർ സംസാരിച്ച് വീടെത്തി. വാതിൽ തുറക്കണ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി രണ്ടും വന്നെന്ന്. വന്ന പാടെ എന്നെ നോക്കി ചിരിച്ച് രണ്ടും കൂടെ കിച്ചണിലേക്ക് ഓടി. ഞാൻ നോക്കുമ്പോൾ കിച്ചൺ സ്ലാബിലിരുന്ന് ഏതാണ്ടൊക്കെ തിന്നുന്നു രണ്ടും. ഡീ, എന്താ പരിപാടി രണ്ടും കൂടി? നിൻസി പറഞ്ഞു. ഒന്നുമില്ലടാ കൊരങ്ങ, സോറി ഇക്കാക്ക. ഓ, എന്തൊരു റെസ്പെക്റ്റ്, ഇത്ര ഒന്നും വേണ്ട. ബ്ലാ ബ്ലാ. ഇക്കാക്ക് എന്താണ്? ഉമ്മി എവിടെ? ഹഹ, ചുമ്മാ ആക്കിയാണ്. അവർ ഡോക്ടറെ കാണാൻ പോയി. ആർക്ക്? കുഞ്ഞിക്ക്. ഉമ്മിക്ക് എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടി, കുഞ്ഞാടെ ഇവിടെ ചെറിയ നീര്. എവിടെ? പിള്ളേരത്ര അറിഞ്ഞാൽ മതിയിട്ടാ. ഓ, ഇക്കാക്കയോട് ചെയ്തതിനെ ഭേദം ചോദിക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് ഉമ്മീനെ വിളിക്കാം റംസി. ഞാൻ പോയി ഫോൺ എടുക്കട്ടെ. നിൻസി എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ തട്ട്, എന്നിട്ടൊരോട്ടം. ഡീ, നിൽക്കാൻ. പോടാ കുരങ്ങ, നീ നന്നാവൂല. അവൾ എൻ്റെ ഫോൺ എടുക്കാൻ പൊക്കത്തേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ കാലത്തുണ്ടാക്കി ഇടിയപ്പം നല്ല തട്ടാണ് റംസി. നീ തിന്നുന്ന ഒന്നും നിൻ്റെ ശരീരത്തിൽ കാണുന്നില്ലല്ലോ മോളെ എന്നും പറഞ്ഞ് റംസിയെ ഞാൻ ആക്കി ചിരിച്ചിരിച്ചു. അപ്പോൾ ദേഷ്യത്തോടൊരു നോട്ടം. മുഖമാകെ ചുമന്നു തൊടുത്ത് ആപ്പിൾ പോലായി. ക്രീം കളർ ടോപ്പും കാപ്പി കളർ പാൻറ്റും ക്രീം കളർ ഹിജാബുമാണ് പെണ്ണിട്ടേക്കുന്നത്. ഹിജാബ് തലേന്ന് ഊർന്നു വീണ് കിടക്കുകയാണ്. പെണ്ണിൻ്റെ കൊഴുത്ത മേനി തുറിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അതിൽ തന്നെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്തായിക്കാ ഇങ്ങനെ നോക്കണേ? അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഇപ്പോൾ തൊട്ട പൊട്ടി ചോര വരുന്നത് പോലെയായി. ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മൊത്തത്തിൽ. ഓ, എൻ്റെ പൊന്നു മോൻ ഇന്നാണ് ഇതൊക്കെ നോക്കുന്നേ. നേരത്തെ നോക്കിയിരുന്നെങ്കിൽ തരുമായിരുന്നാ. ഒന്ന് പോയേക്ക. ദേ ഇത്ത വരൂട്ടായിപ്പോ. ഇപ്പോൾ പോണേലേ ഞാൻ. ശരി, നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖം മാറി. അവൾ പാത്രമെടുത്ത് തിരിഞ്ഞ് കഴുകാൻ തുടങ്ങി. ഞാൻ നിൻസി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവളെ പിറകെ കെട്ടിപ്പിടിച്ചു. അവൾ എന്നെ തട്ടി മാറ്റി. എന്നോട് കൊഞ്ചാൻ വരണ്ട, പോയേ. ഞാൻ ഒന്നും കൂടി അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അവളുടെ വയറിന് താഴെയായി പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ചു. വെറുതെ പറഞ്ഞതാണ് എൻ്റെ പൊന്നെ എന്ന് ഞാൻ പറഞ്ഞു. നീ ഇത്ര പാവമായി പോയല്ലോ റംസിക്കുട്ടി, കരയല്ലേ, അവളെങ്ങാനും വരും എന്നും പറഞ്ഞ് അവളുടെ വെളുത്ത പെൺകഴുത്തിൽ എൻ്റെ കുറ്റിത്താടി വെച്ചുരച്ചു. അവൾ സീൽക്കാരമടിക്കാൻ തുടങ്ങി. പ്ലീസ് വേണ്ടിക്ക. അവളുടെ വിയർപ്പിൻ്റെ പ്രത്യേക മണം മൂക്കിലേക്കടിച്ചു. അടങ്ങി നിൽക്ക് പെണ്ണേ. അവൾ നിന്ന് പൊങ്ങാൻ തുടങ്ങി. പ്ലീസ് ഇക്ക, വേണ്ട, ഇത്ത വരും. അതൊന്നും കേൾക്കാതെ ഞാൻ കുറച്ചങ്ങ് മുതലാക്കി. അവൾ എന്നെ തള്ളി മാറ്റി റൂമിലേക്ക് ഓടി. ഞാൻ പിറകെ ചെന്നു. അവളോടൊപ്പം റൂമിലേക്ക് കയറി വാതിലടച്ചു. പ്ലീസ് ഇക്ക, ഇത്ത ഫോൺ വിളിച്ച് ഇപ്പോൾ വരും, ഞാൻ പിന്നെ വരാം. ഞാൻ വാതിൽ തുറന്ന് പുറത്ത് വന്നതും
നിൻസി ഫോണുമായി അടിയിലേക്ക് വന്നു. അവർ രാത്രിയാകും വരുമ്പോൾ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. ലാസ്റ്റ് നമ്പറാണ് അവരുടെ. ചായ വെക്കുമോ? അയ്യോടാ, തന്നെത്താനെ അങ്ങ് ഇട്ട് കുടിച്ചാൽ മതി. തരാൻ പറ്റുമെങ്കിൽ താ. ഇല്ലേ വേണ്ട. അങ്ങനെ പിണങ്ങല്ലേ ഭായ് എന്നും പറഞ്ഞ് നിൻസി സോഫയിലിരുന്ന് എൻ്റെ മടിയിൽ വന്നിരുന്നു അവൾ. ഞാൻ പ്രത്യേക ഭാവത്തിൽ അവളുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. അവൾ തിരിച്ചെന്നെയും. കുറച്ച് കഴിഞ്ഞ് അവൾ മുഖം മാറ്റി. അവളുടെ മുഖം നേരെയാക്കി. അവളുടെയും എൻ്റെയും ചുണ്ടോടടുപ്പിക്കലും റംസി വാതിൽ തുറന്നു വന്നു. കോപ്പ്, ഇവൾ ഒന്നിനും സമ്മതിക്കൂലല്ലോ. നിൻസി അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് റൂമിൽ നിന്ന് റമിയുടെ സൗണ്ട് കേട്ടു. റംസി ചെല്ല്, അവൻ എണീറ്റിട്ടുണ്ട്. എനിക്ക് പറ്റൂല അവനെ നോക്കാൻ. ഇക്കാക്ക ഒന്ന് പോ. പിന്നെ നീ തന്നെ പോയാൽ മതി. മതി, ഞാൻ നോക്കിക്കോളാം, നിൻസി പറഞ്ഞു. ഇക്ക, അവർ വരുമ്പോൾ രാത്രിയാകും. എനിക്കൊന്നും വയ്യ ഫുഡുണ്ടാക്കാൻ. എന്തേലും ടൗണിൽ നിന്ന് വാങ്ങിക്കോ? അതിന് എൻ്റെ കയ്യിൽ പൈസയില്ല. ഓഹ്, ഇങ്ങനെ ഒരു പിശുക്കൻ അടുക്കളയിൽ ഉമ്മിയുടെ ചെപ്പിലുണ്ട്. ഡീ പോത്തെ, നീ വരുന്നുണ്ടാ? എവിടെയും കൊണ്ട് മറിച്ചിടല്ലേ ഏട്ടാ, റംസി പറഞ്ഞു. അപ്പോൾ നിൻസി ചോദിച്ചു, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകൂലേ? നിനക്കല്ലേ ബോഡി ഗാർഡുള്ളത്? നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, പോയിട്ട് വേഗം വാ. അവൾ എൻ്റെ അടുത്തുനിന്ന് എണീറ്റ് നേരെ കുഞ്ഞാടെ റൂമിലേക്ക് പോയി. ഞാൻ മോളിൽ പോയി ഒരു ബോക്സറും ബനിയനും വിട്ടു. അടിയിൽ റംസിയെ നോക്കുമ്പോൾ അവളൊരു ടൈറ്റ് ഇളം നീല ചുരിദാറും ലെഗിങ്സുമാണ് ഇട്ടേക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളൊന്ന് കാളി. ഞങ്ങൾ ബൈക്കിൽ ടൗണിലേക്ക് പോയി. അവൾ 2 സൈഡാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട് വന്നെൻ്റെ പുറത്തിടിക്കുമ്പോൾ ഞാൻ എയറിൽ പോകുന്ന പോലെയായി. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ച് അവളുടെ ആ ടച്ചിങ്സ് കൂടുതൽ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഇക്കാക്ക വേണ്ട, റോഡാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, റംസിക്കുട്ടി, നമുക്ക് സാധനം വാങ്ങിയിട്ട് പെട്ടെന്ന് വീട്ടിൽ കയറണ്ടേ? അതെന്താ ഇക്ക? എനിക്ക് കൊതിയാകുന്നു റംസി. നീ ഇങ്ങനെ വന്ന് എൻ്റെ പുറത്തിടിക്കുമ്പോൾ എനിക്ക് ഫീലിങ്സ് കൂടുന്നു. പ്ലീസ്, ഞാൻ പറയണ കേക്ക്. ഇക്കാക്ക എന്തോട്ടാ പറയണേ? എടി, എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ഇക്കാക്ക ഒന്ന് പോയേ. ഞാൻ പറഞ്ഞില്ലേ രാത്രി നോക്കട്ടെ എന്ന്. പിന്നെന്താണ്? അതുവരെ പറ്റുന്നില്ല, പ്ലീസ്. ഇക്ക, ആരെങ്കിലും കണ്ടാൽ അറിയാലോ. എനിക്ക് പേടിയാണിക്ക. എടി, ഞാനില്ലേ, പ്ലീസ്. നോക്കട്ടെ. നിയാസും റംസിയും സാധനം വാങ്ങി തിരികെ വീടെത്തി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച്, വാ അങ്ങോട്ട് പോകാം. ഇക്ക പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും രാത്രി വരാം പ്ലീസ്. ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ പിന്നെ അറിയാമല്ലോ. ഞാൻ മെല്ലെ തലയാട്ടി ബൈക്ക് വീട്ടിലേക്കെടുത്തു. ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിൻസിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന റമിയാണ് കാണുന്നത്. നല്ല സ്നേഹത്തിലാണല്ലോ രണ്ടും. നിങ്ങൾ നോക്കില്ലല്ലോ ഇതിനെ, പിന്നെ എന്ത് ചെയ്യും? ശരി എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. നേരം കുറേ വൈകി. ഡോക്ടറെ കാണാൻ പോയി ഷാഹിനെയും ഐഷായും തിരിച്ചെത്തി. ഷാഹിനെ വന്ന പാടെ തൻ്റെ മകനെയാണ് ആദ്യം നോക്കിയത്. നിൻസി അത് കണ്ടിട്ട്, കണ്ടാ തള്ളയ്ക്ക് ഞങ്ങളെ ഒന്നും വേണ്ട, പുന്നാരം മോനെ അന്വേഷിച്ച് മോളിപ്പോയ കണ്ടാ? നിനക്ക് എന്താണ് നിൻസി? ഇത്താ കവനല്ലേ ഉള്ളൂ, എന്തിനും? അതുകൊണ്ടല്ലേ? കുഞ്ഞാ ചോദിച്ചു. എടി, റമി വല്ലതും തിന്നാ? റംസി പറഞ്ഞു, അതുമ്മി പേടിക്കണ്ട, ഞങ്ങൾ കൊടുത്തില്ലേലും നിൻസി കൊടുത്തോളൂ. അതെനിക്കറിയാം, നീ അവനെ നോക്കൂലെന്ന്. എൻ്റെ നിൻസി മോൾ അവനെ നോക്കൂന്നറിയാം. ഷാഹിന് നേരെ അവൻ്റെ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ കിടന്നുറങ്ങുന്നതാ കണ്ടത്. അവൾ അവൻ്റെ അടുത്തിരുന്ന് അവൻ്റെ തലമുടി തലോടാൻ തുടങ്ങി. എനിക്കെന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ എണീറ്റ് തിരിഞ്ഞപ്പോൾ ഉമ്മി എന്നെ നോക്കിയിരിക്കുന്നു. എന്താണ് ഉമ്മി, ഒരു റൊമാൻറ്റിക് നോട്ടം? ഒന്നുമില്ല. ഉമ്മിയുടെ പൊന്നിനെ നോക്കിയിരുന്നതല്ലേ. പടച്ചോൻ എനിക്ക് തന്ന കനിയല്ലേ നീ. ഉമ്മി തുടങ്ങിയാ എന്നും പറഞ്ഞ് ഞാൻ കട്ടിൽ നിന്നും എണീറ്റ് ഉമ്മിയുടെ മടിയിലേക്ക് തലവെച്ച് കമിഴ്ന്ന് കിടന്നു. എനിക്കെന്തോ ഉമ്മിയുടെ അരക്കെട്ടിൽ നിന്നും എന്തോ മത്ത് പിടിപ്പിക്കുന്ന മണമടിച്ച് മൂക്കിലേക്ക് കയറി. ഞാൻ ഒന്നും കൂടി എൻ്റെ ചുണ്ട് അവിടെ അമർത്തി. ഉമ്മി എൻ്റെ മുടി തലോടിക്കൊണ്ട് തന്നെ കിടന്നു. തിരിഞ്ഞു കിടന്ന ഞാൻ ഉമ്മിയെ നോക്കിക്കിടന്നു. എന്താടാ മോനൂസെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഉമ്മിയുടെ മൊഞ്ച് നോക്കിയതാ ഞാൻ. സോപ്പിംഗ് ആണല്ലേ? സോപ്പിംഗ് ഒന്നുമില്ല. ഉമ്മിയുടെ അത്രയും ഷേപ്പുള്ള ബോഡി ഞാൻ ആർക്കും കണ്ടിട്ടില്ല. എന്തൊക്കെ വൃത്തികേടായി പറയുന്ന ചെക്കൻ. കള്ള തിരുമാലി, സ്വന്തം ഉമ്മയുടെ ശരീരമാണോ നോക്കി വെള്ളം ഇറക്കുന്നേ?
ഇപ്പം അങ്ങനെ ആയാ? എന്നോട് മിണ്ടണ്ട. രാവിലെ എന്തൊക്കെയോ പറയാനുണ്ടായില്ല, ഞാൻ എല്ലാം ആണെന്ന്. ഇപ്പം മാറ്റിയോ? അയ്യോ, ഇനി പിണങ്ങേണ്ട. നീ തന്നെ എൻ്റെ എല്ലാം പോരെ. വാപ്പീനേക്കാൾ ഇഷ്ടം എന്നെയാണോ? നിന്നെയും വാപ്പീനെയും. അത് പറ്റൂല, ഒരാളെ പറ. ഓ, ഈ ചെക്കൻ. നിന്നെ എനിക്കെൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാണ്. പിന്നെ നിൻ്റെ വാപ്പി എന്നെ താലി കിട്ടിയ പുരുഷനല്ലേടാ. എനിക്കിഷ്ടമില്ലാതിരിക്കുമോ? അയ്യോ പോട്ടെ, കരയല്ലേ. ഞാൻ ചുമ്മാ ഇളക്കാൻ പറഞ്ഞതല്ലേ. ഉമ്മി എൻ്റെ തല മാറ്റി എണീച്ചു പോകാൻ പോയി. ഞാൻ ഉമ്മിയുടെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഇരുത്തി ഉമ്മിയുടെ കണ്ണിൽ നോക്കിയിരുന്നു. പെട്ടെന്ന് എപ്പോഴോ നോക്കുമ്പോൾ എൻ്റെയും ഉമ്മിയുടെയും ചുണ്ടുകൾ അടുത്തടുത്തേക്ക് വരുന്നു. എൻ്റെ ചുണ്ടും ഉമ്മിയുടെ ചുണ്ടും പരസ്പരം വിറക്കുന്നു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ഉമ്മിയുടെ ചുണ്ടിൽ എൻ്റെ ചുണ്ടമർത്തി. ഉമ്മിയും അതേ സ്പീഡിൽ തന്നെ തിരിച്ചും. കുറച്ചു നേരം ഞങ്ങൾ പരസ്പരം ചുംബനം പങ്കുവെച്ച് അങ്ങനെ നിന്നു. പെട്ടെന്ന് സുബോധം വീണ്ടെടുത്ത് ഉമ്മി എന്നെ തള്ളി മറിച്ചിട്ട് റൂമിൽ നിന്നിറങ്ങിപ്പോയി. എനിക്ക് ദേഷ്യവും സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അപ്പോൾ ഈ സ്റ്റോറിക്ക് ബാക്കി ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം വേണമെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് പാർട്ട് ഇട്ടേക്കാം. ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.